ഇൻസ്റ്റിൽ നമ്മളെ സ്റ്റുഡൻസിന് ഒരു പ്രോമിസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഹൈ ക്വാളിറ്റി ക്ലാസ്സിൻ്റെ കൂടെ തന്നെ അവരുടെ എന്ത് ഡെവലപ്പ് ചെയ്യാൻ, സ്കില്ല് ഡെവലപ്പ് ചെയ്യണം. നമ്മൾ അത്രയും വലിയൊരു പ്രോമിസ് നമ്മൾ കൊടുത്തതാണ്. അപ്പോൾ ഈ 6 months ആയിട്ട് സത്യം പറഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ പ്രിപ്പറേഷൻ്റെ ബാക്കിലാണ്. അപ്പോൾ 6 months എന്ന് പറഞ്ഞാൽ നമ്മൾ നന്നായിട്ട് ഒരു ടീമിനെ റീസർച്ച് ചെയ്ത് കണ്ടുപിടിക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വി നീഡ് ദി ബെസ്റ്റ് ടീം. അപ്പോൾ നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മളെല്ലാവരും ഫാക്കൽറ്റീസ് ആണ്, നമ്മൾ ടീച്ചിങ് ഫീൽഡിലുള്ള ആൾക്കാരാണ്. അപ്പോൾ ഈ ഫീൽഡിലേക്ക് ഇറങ്ങുന്ന ആൾക്കാരെ അവരുടെ എക്സ്പീരിയൻസ് ഉള്ള വളരെ ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറിനെ കുറിച്ച് അറിയുന്ന ആൾക്കാരെ നമ്മൾ റീസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ. ഇനി നമ്മൾ ഇൻസ്റ്റിൽ ഒരു സ്കിൽ ഡെവലപ്മെന്റ് കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അല്ലേ. ഇതിന്റെ ഒരു ആവശ്യകത എന്താണെന്ന് പലർക്കും ഇപ്പോഴും എന്നുണ്ട്, അത് മനസ്സിലായില്ല, കുട്ടികൾക്ക് അറിഞ്ഞിട്ടില്ല. അതിനാണ് നമ്മൾ എന്ത് പറയണം, ഒരു ജനറേഷൻ ഷിഫ്റ്റ് ഉണ്ടാവും എപ്പോഴും. നമ്മുടെ എല്ലാ ഒരു ജോബ് സൈഡിലും അങ്ങനെ ജനറേഷൻ ഷിഫ്റ്റ് ഉണ്ട്. ഇപ്പോൾ പണ്ടൊക്കെ +2 ഒരു ബേസിക് ക്വാളിഫിക്കേഷൻ നമ്മുടെയൊക്കെ പാരൻസിന്റെ മേ ബി, അത് പിന്നീട് ഗ്രാജുവേഷൻ കഴിഞ്ഞപ്പോൾ എന്തായി, പ്രൊഫഷണൽ കോഴ്സ് ആയിരുന്നു. നമ്മൾ ഇതാക്കണ സമയത്ത് എന്താണ്, നമ്മൾ ജോബ് തിരയുന്ന സമയത്ത് എന്തായിരുന്നു, പ്രൊഫഷണൽ കോഴ്സ് വേണ്ടിയിരുന്നു. ഇപ്പൊ പ്രൊഫഷണൽ കോഴ്സിന് പുറമെ എന്ത് വേണം, യു നീഡ് സ്കില്ല് കൂടി ആവശ്യമുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾ എന്ത് ചെയ്യണം, ഈ സ്കില്ല് പഠിക്കൽ എന്തായി അത്ര അനിവാര്യമായി മാറിയിട്ടുണ്ട്. അതെ, അപ്പോൾ കുട്ടികൾ ഈ ഒരു ചേഞ്ച് വന്നത് കുട്ടികൾ എന്തായാലും ആക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. അതനുസരിച്ച് ഇവർ മൂവ് ചെയ്യാന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ റീസെൻ്റ്ലി ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോയ സമയത്ത് ഏകദേശം 60 കുട്ടികളെ ഇന്റർവ്യൂക്ക് വന്നിട്ടുണ്ട്. അപ്പം അതിൽ ഒരു 3 റൗണ്ട് ഇയാൾ ക്ലിയർ ചെയ്ത് ലാസ്റ്റ് റൗണ്ടിൽ അറൗണ്ട് ഒരു 4 to 6 സ്റ്റുഡൻസ് ഉള്ളത്. ആ റൗണ്ടിൽ ഇയാൾ എന്തായി, എലിമിനേറ്റ് ആയിപ്പോയി. റീസൺ വേറെ ഒന്നുമല്ല, ആൾക്ക് സ്കില്ലിൽ ഒരു സ്കിൽ സെറ്റ്സ് ഇല്ല, റെസ്യൂമേയിൽ ഒരു ഐറ്റവും ഇല്ല. അവർക്ക് പ്രോപ്പറായിട്ട് ഒരു മേ ബി നിങ്ങൾ ചിലപ്പോൾ റെസ്യൂമിൽ നമ്മൾ വെറുതെ കൊടുക്കുമായിരിക്കും, പക്ഷെ ഇന്റർവ്യൂ ചോദിക്കും ടെസ്റ്റ് ചെയ്യോടാ. ടെസ്റ്റ് ചെയ്ത സമയത്ത് ആൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു സ്കില്ല് പറയാനില്ല. അവിടെ ആള് റിജക്റ്റ് ആവണം ഔട്ട് ഓഫ് 60. അപ്പൊ ഇപ്പം നമുക്കൊക്കെ നമ്മൾ കുറച്ചൊരു 5 വർഷം മുന്നേ നമ്മൾ ഹണ്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പം എനിക്കാണെങ്കിലും നമ്മൾ ഫ്രഷേഴ്സ് ആയിട്ട് നല്ല ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയിട്ടുണ്ട്. ഇത് കുട്ടികളോട് പറയുമ്പോൾ അവർക്ക് പലപ്പോഴും ഇന്നത്തെ സിറ്റുവേഷനിൽ അവർ നിന്ന് ആലോചിക്കുമ്പോൾ അതെങ്ങനെ നടക്കുന്നത് എന്നുള്ളതാണ്. റൈറ്റ്, അത് എന്താ സംഭവം, ഇന്ന് അവർക്ക് ആ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് കിട്ടണമെങ്കിൽ സ്കിൽ കൂടെ പഠിക്കേണ്ട ആവശ്യകത വന്നു എന്നുള്ള കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. അപ്പൊ സാറ് എന്താണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? നമ്മൾ സ്കിൽ കോഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഓരോ പേപ്പറിനും, ഇപ്പോൾ SC ആണല്ലോ നമ്മൾ പേപ്പേഴ്സ് നോക്കുന്നത്, ഓരോ പേപ്പേഴ്സിന്റെ കൂടെ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് കൊടുക്കുകയാണ്, സ്കിൽ പേപ്പേഴ്സ് കൊടുക്കുകയാണ്. അപ്പൊ ഞാൻ അവിടെ പറയുകയാണെങ്കിൽ ഇപ്പോൾ PM ഐ തിങ്ക് റിൻഷാദ് സാറിന് നന്നായിട്ട് പറയാൻ പറ്റും. PM നമ്മൾ ഡാറ്റ അനലിറ്റിക്സ്, പെർഫോമൻസ് മെഷർമെന്റ് ഇതാണ് ഉണ്ടാവുക. അതിന് ഇപ്പോൾ നമ്മളെന്താ ചെയ്യുന്നത്, കണക്കൂട്ടാണ്, റേഷ്യോസ് കണക്കൂട്ടാണ്. ഈ കണക്കൂട്ടേണ്ട ആവശ്യമൊന്നും ഇന്നില്ല. ഇതെല്ലാം ഒരു ഡാറ്റ അനലിറ്റിക്സ് സോഫ്റ്റ്വെയർ ഇട്ട് കൊടുത്താൽ ഇമ്മീഡിയറ്റ്ലി അതിന്റെ ട്രെൻഡ് അനാലിസിസ് വരെ ചെയ്ത് തരും. ഫോർ എക്സാമ്പിൾ നമ്മൾ കൊടുക്കുന്ന അതിനുവേണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ് Power BI എന്ന് പറയുന്നത്. എല്ലാത്തിലും ഇപ്പം അക്കൗണ്ട്സിലും ഇന്ന് ഒരുപാട് സോഫ്റ്റ്വെയർസ്, Xero പോലെയുള്ള QB പോലെയുള്ള ഒരുപാട് സോഫ്റ്റ്വെയർസ്, അപ്പൊ അതിന്റെ ട്രെയിനിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. എല്ലാത്തിലും ഇന്ന് സോഫ്റ്റ്വെയർസ് അവൈലബിൾ ആണ്. ഇപ്പം ഓഡിറ്റിംഗിലാണെങ്കിലും നമ്മളിപ്പോൾ പ്രൊസീജിയർ പഠിക്കുകയാണ്, ഇങ്ങനെ ഒരു കാര്യം ചെയ്യാം. അതായത് ഇപ്പം പോസ്റ്റ് ഇയർ ആൻഡ് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഇൻസ്പെക്ട് ചെയ്യാന്ന് പഠിക്കും. പക്ഷെ അത് കുട്ടികൾ വിചാരിക്കുന്ന പോലെ അല്ല അത് ചെയ്യുന്നത്. ഒരു ഓഡിറ്റ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ് ഇത്രയും വലിയ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഇൻസ്പെക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഓഡിറ്റ് സോഫ്റ്റ്വെയർ യൂസ് ചെയ്യേണ്ടി വരും. എക്സലിലേക്കൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടൊക്കെ ചെയ്യേണ്ടി വരും. അപ്പം നമ്മളൊരു പ്രാക്ടിക്കൽ ട്രെയിനിങ് ആണ് ഉദ്ദേശിക്കുന്നത്. ഓഡിറ്റ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടുള്ള ഓഡിറ്റിംഗിന്റെ ഒരു പ്രാക്ടിക്കൽ ട്രെയിനിങ്. സാർ അതിന്റെ കൂടെ ആഡ് ഓൺ ചെയ്ത് പറയുകയാണെങ്കിൽ നമ്മൾ സ്റ്റുഡൻസ് ഇപ്പോൾ സ്കില്ലൊക്കെ ഡെവലപ്പ് ചെയ്തു അല്ലേ. അപ്പോൾ നേരത്തെ സാർ പറഞ്ഞ പോലെ 60 കുട്ടികളുണ്ടായിരുന്നു, അവർ 4ലേക്ക് എത്തിയില്ലേ. അത് എത്തണമെങ്കിൽ ഇനീഷ്യൽ ഒരു ഇന്റർവ്യൂ റൗണ്ട് ഉണ്ട്. അപ്പോൾ ഇനീഷ്യൽ ഇന്റർവ്യൂ റൗണ്ടിൽ വേണ്ടതെന്ന് വെച്ചാൽ നല്ല കോൺഫിഡന്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന, പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരായിരിക്കണം. അപ്പോൾ നമ്മൾ ഇതിന്റെ കൂടെ പ്രൊവൈഡ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇന്റർവ്യൂ സ്കിൽസ്, പ്രസന്റേഷൻ സ്കിൽസ്, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ഓക്കെ, ഇതെല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ അതിന്റെ കൂടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് മോക്ക് ഇന്റർവ്യൂസ് അല്ലേ. മോക്ക് ഇന്റർവ്യൂ എന്ന് പറയുമ്പോൾ നമ്മൾ ഇനീഷ്യലി ഇപ്പൊ എല്ലാവരും ഇന്റർവ്യൂ ചെയ്ത ആൾക്കാർക്കുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് എന്ത്, നമ്മൾ ആദ്യത്തെ 1-2 ഇന്റർവ്യൂ ഭയങ്കര എന്തായിരിക്കും അല്ലെ, അണ്ടർ കോൺഫിഡന്റ് ആയിരിക്കും. 4 ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ ശേഷമാണ് എനിക്ക് ഒരു കോൺഫിഡൻസ് ഇത് കിട്ടും, അടുത്ത എന്തായാലും കിട്ടും എന്നുള്ളൊരു ഫീൽ നമുക്ക് വന്നു തുടങ്ങി ആ എക്സ്പീരിയൻസ്. അപ്പൊ അത് നമുക്ക് മോക്ക് ഇന്റർവ്യൂസിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, തീർച്ചയായും ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന UK VAT, UK VAT അതുപോലത്തെ നമ്മൾ ആൾറെഡി എന്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, ഒരു ബേസിക് ടാക്സ് കാൽക്കുലേറ്റർ, അതിന്റെ തന്നെ അഡ്വാൻസ്ഡ് എന്തുണ്ട് ടാക്സ് കാൽക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതാകുമ്പോൾ ടാക്സേഷൻ ഫീൽഡിലെ ആൾക്കും അവരുടെ പ്രാക്ടിക്കൽ സോഫ്റ്റ്വെയർ എന്ത് ചെയ്താൽ പറ്റി, യൂസ് ചെയ്യാൻ പറ്റി. അതുകൂടാണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന UAE VAT, മിഡിൽ ഈസ്റ്റ് ടാക്സിലേക്ക് വരുന്ന സമയത്ത് ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലൊക്കെ നമുക്കറിയാം ഇപ്പോൾ ടാക്സിന്റെ ഇമ്പോർട്ടൻസ്, റൂൾസും ഓരോ ഇതിന് മാറ്റമുണ്ട്. സോ
അവിടെ സ്പെസിഫിക് ആയിട്ട് നമുക്ക് അവിടെ പോയിട്ട് ചിലപ്പോൾ നമുക്കിത് പഠിക്കേണ്ടി വരും ചിലപ്പോൾ ഒരു ടൈമിൽ നമ്മൾ എന്താ വെച്ചാൽ അവിടെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ ഇപ്പൊ നമ്മൾ GCC UAE ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ UAE അറിയാം എന്ന് നമ്മൾ പറയാണ്. അപ്പൊ അവർ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. അപ്പൊ ഇതിന്റെ ഇത്ര റേറ്റ് എത്രയാണ്, ഇത്ര ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ചോദിക്കുന്ന സമയത്ത് നമുക്ക് പറയാൻ പറ്റുകയാണെങ്കിൽ അത് വലിയ അഡ്വാൻറ്റേജ് ആണ്. തീർച്ചയായും അതെ. അപ്പോൾ UAE VAT അതുപോലെ നമ്മൾ എന്തെങ്കിലും യൂറോപ്യൻ കൺട്രീസിൽ സ്പെസിഫിക് ആയിട്ടുള്ള മേജർ ആയിട്ട് വരുന്ന ടാക്സേഷൻ നമ്മുടെ കുട്ടികൾ കൂടുതൽ ജോബ് ചെയ്യുന്ന ഏരിയാസ് ഉണ്ടാവും, കൂടുതൽ ACC ഹയർ ചെയ്യപ്പെടുന്ന ഏരിയാസ് ഉണ്ടാവും. സോ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടുത്തെ മെയിൻ ആയിട്ട് അയർലൻഡ് ടാക്സേഷൻ അങ്ങനത്തെ. പിന്നെ നാട്ടിലെ GSTയും ട്രെയിനിങ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതും അവർക്ക് ബെനിഫിഷ്യൽ ആണ്. ലോങ് ടേമിൽ അല്ലെങ്കിലും ഷോർട്ട് ടേമിൽ അവരുടെ ഫസ്റ്റ് ജോബ് ഇവിടെ ആയിരിക്കും ചിലപ്പോൾ. മാത്രമല്ല ചില ആളുകൾ എന്ത് ചെയ്യും, ഇന്ത്യയിൽ തന്നെ ACC കഴിഞ്ഞിട്ട് ഇന്ത്യയിൽ തന്നെ നിൽക്കാൻ താല്പര്യമുള്ളവരുണ്ടാവും. അവർക്കൊക്കെ അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. തീർച്ചയായും സാർ അതിൽ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് വിട്ടു എന്നറിയോ, മൈക്രോസോഫ്റ്റ് ഓഫീസും കൂടെ കൊടുക്കണ്ടേ? എല്ലാ പ്രൊഫഷണൽസും യൂസ് ചെയ്യുന്നത്. നമ്മളിപ്പോ ഒക്കെ പറഞ്ഞപ്പോ അതിനെ സാർ അക്കൗണ്ട്സിൽ വർക്ക് ചെയ്ത ടൈമിൽ എക്സൽ ഉപയോഗിച്ചിട്ടില്ലേ? ഞാൻ ഓഡിറ്റിൽ വർക്ക് ചെയ്ത ടൈമിൽ എക്സൽ ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മൾ ഈവൻ ടീച്ചിങ് എക്സൽ ഉപയോഗിക്കുന്നില്ല. ടീച്ചിന്റെ കൂടെ ഞാൻ പറയാണ് ഏറ്റവും വളരെ വരുന്നതാണ് പവർ പോയിന്റ്. അടുത്തത് കാരണം ഇതൊക്കെ പ്രസന്റ് ചെയ്യണം. എന്നിട്ട് നമ്മൾ ഹയർ അപ്സിന് പ്രസന്റ് ചെയ്യണം പവർ പോയിന്റ്. അതിന്റെ ആൾറെഡി നമ്മളൊരു ബേസിക്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ഇതിന്റെ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അഡ്വാൻസ് മൈക്രോസോഫ്റ്റ് എക്സൽ പവർ പോയിന്റ് എല്ലാം ഓഫീസ് എന്ന് പറയുമ്പോൾ തന്നെ അതിലെല്ലാം തീർച്ചയായിട്ടും എന്ത് ചെയ്യാം. പിന്നെ നമ്മൾ പറയുന്നത് എന്തായിരുന്നു, സിമുലേഷൻ ആയിരുന്നു. ഓർമ്മയില്ലേ നമ്മൾ പറഞ്ഞു വർക്ക് മാത്രം, ഐ മീൻ ഇത് പഠിച്ചാൽ മാത്രം പോരാ. ഇപ്പൊ നമ്മൾ സോഫ്റ്റ്വെയർ മാത്രം സോഫ്റ്റ്വെയർ പഠിച്ചു, അപ്പോഴും നമ്മൾ ലാക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് എന്ത് വേണം, ഇന്റേൺഷിപ്പും കൂടെ അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റണം. റൈറ്റ്. സോ ലൈക്ക് നമ്മള് ഈ സോഫ്റ്റ്വെയർസ് എല്ലാം ഇതാക്കി നമ്മളിപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ എപ്പോഴും സമ്മതിച്ച് വരാം, ഡ്രൈവിംഗ് നമ്മൾ തിയററ്റിക്കലി ക്ലച്ച് മാറ്റണം എന്നൊക്കെ പറയാം. പക്ഷെ എന്ത് ചെയ്യണം, ഇത് ആക്ച്വലി റോഡിൽ ഓടിച്ചാലേ നമുക്ക് തരാൻ പറ്റും. എന്ന പോലെ സോഫ്റ്റ്വെയർസ് പഠിച്ച് അതിന്റെ ഒരു വർക്ക് സിമുലേഷൻ കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഒരു ഇന്റേൺഷിപ്പ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. തീർച്ചയായും. സോ നമ്മൾ ഉദ്ദേശിക്കുന്നത് അടുത്ത സെഷനിൽ നമ്മളെ പേപ്പറിന്റെ കൂടെ തന്നെ പേപ്പർ ഉണ്ടാവും, അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നതാണ് ഒരു 6 month ഒരു സ്കിൽ ട്രെയിനിങ് കോഴ്സ് നമ്മൾ അനൗൺസ് ചെയ്യാണ്. പ്ലസ് ഇന്റേൺഷിപ്പ്. റൈറ്റ്. ഇപ്പൊ നമ്മൾ പറഞ്ഞ എല്ലാ കോഴ്സുകളും അതിന്റെ കൂടെ തന്നെ ഇന്റേൺഷിപ്പും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇനി വേറൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിങ്ക്ഡിന്റെ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് അല്ലെ. നമ്മൾ പറഞ്ഞ കൂട്ടത്തിൽ എല്ലാ ജോബ് പോർട്ടൽസ് എങ്ങനെയാണ് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറയാണ്, ലിങ്ക്ഡിൻ, ഇൻഡീഡ്, നൗക്കറി ഇതുപോലത്തെ കുറെ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അതിലൊക്കെ പറഞ്ഞാൽ ഇപ്പൊ പൊതുവെ ആൾക്കാർ ജോബ് സെർച്ച് ചെയ്യുന്നത് ലിങ്ക്ഡിനിലാണ്. പക്ഷെ ലിങ്ക്ഡിനേക്കാളും കൂടുതൽ എക്സ്പീരിയൻസ് കണ്ടിട്ടുള്ളത് ഞാൻ എന്താണ്, നൗക്കറിയാണ്. ഈവൻ ഫോർ UAE കുറച്ചുകൂടി യൂസ് ചെയ്യുന്ന ഗ്ലാസ് ഡോർ എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇതിന്റെ ഒക്കെ പ്രൊഫൈൽ മാനേജ്മെന്റ്, ഹൗ ടു ജോബ് സെർച്ച്, പ്രോപ്പർ ആയിട്ടുള്ള റെസ്യൂമേ ക്രാഫ്റ്റിംഗ് എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നത്. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ നമ്മളൊരു സോഷ്യൽ മീഡിയ പ്രൊഫൈല് മെയിൻറ്റെയിൻ ചെയ്യുന്നവരെ അപ്പൊ ഈ ഒരു മാർക്കറ്റിൽ നമ്മളൊരു ജോബ് പോർട്ടലിൽ പ്രൊഫൈൽ മെയിൻറ്റെയിൻ ചെയ്യുന്നു, നമ്മൾ എന്ത് ചെയ്യണം, ട്രെയിനിങ് കൊടുത്തിരിക്കുക. അവര് ജോബ് റെഡി ആക്കാനുള്ള എല്ലാ കാര്യങ്ങളും അത് ഏത് കമ്മിങ് സെഷനിൽ 6 month കോഴ്സ് ആണ്. നമ്മൾ ACC നമ്മൾ 3 month ട്രെയിനിങ് ആണ് കൊടുക്കുന്നത്. അതാവുമ്പോൾ പഠിത്തത്തിന്റെ കൂടെ ഒന്നുകൂടി ഈസി ആയിരിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നല്ലൊരു ഈസിയിൽ അവർക്ക് കൊണ്ടുപോകാൻ പറ്റും. സോ കോഴ്സിനെ പറ്റി ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു. വെയിറ്റ് ആൻഡ് വാച്ച്.